my YouTube channel. This is Tejatango and you're watching Tejatango Diaries. So എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് ഞാൻ ഷോ കാണിക്കാൻ ആരും വിചാരിക്കണ്ട. കാരണം ഞാൻ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ യൂട്യൂബേഴ്സും വീഡിയോസ് എടുക്കുമ്പോൾ അവരുടെ ബാക്കിൽ ഇങ്ങനെ ഈ വക കുറേ സാധനങ്ങളുണ്ടാവും. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെയിലും കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, സോ ഞാൻ മാത്രം എന്തുകൊണ്ട് വെക്കാതിരിക്കുന്നത്, അപ്പം ഞാനും വെച്ചു, അത്രയേ ഉള്ളൂ. സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറേ പേര് വേണം റിക്വസ്റ്റ് ചെയ്ത് കമൻറ്റ് ബോക്സിലൊക്കെ പറഞ്ഞൊരു വീഡിയോ ആണ്, മൈ ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ്. സോ ശരിക്കും ഞാനും ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് ആക്ച്വലി ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അതെനിക്ക് നിങ്ങളോട് എല്ലാവരും പറയണമെന്ന് തോന്നി. ആൻഡ് ഞാനിത് പറയുമ്പം മേ ബി എൻ്റെ ഓഡിയൻസിൽ ബോയ്സും ഗേൾസും ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ എല്ലാവരും കാണുന്നുണ്ടാവും. സോ ഐ തോട്ട് ഇതൊരു വെരി നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. സോ ഇതിപ്പം അവരറിയാൻ പാടില്ല, ഇവരറിയാൻ പാടില്ല, ഇത് ഭയങ്കര നമ്മൾ ആരും പറയാതെ രഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യമൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്ന ടൈമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2022 തോട്ട്സ് ആണ് നമ്മുടെ ഹെഡും നമ്മുടെ ഹാർട്ടിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. നിങ്ങൾ ഇപ്പൊ തന്നെ നമ്മുടെ ബിഗ് വിന്നിംഗ്സ് ഫാമിലിയുടെ ഒരു പാർട്ട് ആവും. 1xBetലൂടെ ഏറ്റവും ഹോട്ടസ്റ്റ് മാച്ച് ചെയ്തത് നമുക്ക് അറിയാൻ പറ്റും. അത് മാത്രമല്ല ഏത് ടീമാണ് ഈ ഇയർ ഫസ്റ്റ് ആവുക നമുക്ക് അറിയാം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രഡിക്ഷൻസും ഇതിലുണ്ടാക്കാം. 1xBetലെ എന്റെ ഏറ്റവും വിശ്വസനീയമായ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉറപ്പ് വരുത്തും നിങ്ങൾ വിൻ ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. ഇത് ആക്ച്വലി നമ്മൾ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സർവീസ് ആണ്. ഇതിലൂടെ നമുക്ക് മാച്ചുകൾക്ക് വേണ്ടി ബെറ്റ് വെക്കാം. അത് മാത്രമല്ല റിസൾട്ട് അറിയാനും പറ്റും. ഓൺലൈനിലെ ഗെയിംസ് കളിച്ച് ഒരുപാട് വലിയ പ്രൈസസ് വിൻ ചെയ്യും. അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ ഇതിനകത്ത് ഫാസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അപ് ടു 26,000 വരെ കിട്ടും. ഇത് എന്റെ സബ്സ്ക്രൈബേഴ്സിനുള്ള ഒരു ഓഫർ ആണ്. നിങ്ങളുടെ വിന്നിംഗ്സ് നിങ്ങൾക്ക് ഈസി ആയി വിഡ്രോ ചെയ്യും. Paytm വഴിയോ ബാങ്ക് വഴിയോ ബാക്കി സിമ്പിൾ മെത്തേഡ്സ് വഴിയോ. ഞാൻ ഇതുമായിട്ട് യൂസ്ഡ് ആയി. നിങ്ങൾക്കും ഇത് ഇനി ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളെ സ്വയം സപ്പോർട്ട് ചെയ്തിട്ടോ നിങ്ങളുടെ ഫേവറേറ്റ് ടീമിനെ സപ്പോർട്ട് ചെയ്തിട്ടോ ബെറ്റ് വെക്കാം. 1xBetന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുള്ള പ്രൊമോ കോഡ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളെ സക്സസിലേക്ക് ലീഡ് ചെയ്യും. നിങ്ങളൊരു ആത്മാർത്ഥ ക്രിക്കറ്റ് ലവർ ആണ് ഇതിലൂടെ തെളിയിക്കുക. നിങ്ങളുടെ ഫേവറേറ്റ് ടീമിനെ 1xBetലൂടെ സപ്പോർട്ട്. ഒരു ഫീമെയിൽ ബോഡി എന്ന് വെച്ചാൽ ചിലർക്ക് ചില ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടാവുമ്പം അവർക്ക് മെൻസ്ട്രേഷൻ ഉണ്ടാവില്ല. ബട്ട് എക്സെപ്റ്റ് ദാറ്റ് കണ്ടീഷൻ ബാക്കി ഫീമെയിൽ ബോഡീസിൽ ഉണ്ടാവുന്ന ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അതായത് ഗ്രോത്തിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. ഇത് ഭയങ്കര നോർമലാണ്, ഇതെല്ലാവർക്കും ഉണ്ടാകുന്നതാ. സോ ഇതിപ്പം ഒരാളെ അറിയുന്നതിനെ കൊണ്ട് അയ്യോ ആരും അറിയരുത് എന്ന് വിചാരിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ നെഗറ്റീവായിട്ട് ഇതിൻ്റെ താഴെ കമൻറ്റ് ഇടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും അങ്ങനെ ചിന്തിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാവരും ഒരു ഇത് നന്നായി നോർമലൈസ് ചെയ്ത് പോകുന്നുണ്ട്. ബട്ട് ഈ സദാചാരവും കുലസ്ത്രീൻ്റെ അങ്ങനത്തെ ചിന്താഗതി ഉള്ളവർക്ക് ചിലപ്പോൾ തോന്നും ഇവളെന്താ ഇവളുടെ കാര്യം പറയുന്നത്. ഇത് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നു. നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടാണല്ലോ ഓരോരുത്തരും ഒരു കാര്യം പറയുന്നത്. സോ അത് മാത്രമല്ല എൻ്റെ വീഡിയോസ് കണ്ട് അഡോളസൻസ് ഏജിലുള്ള പിള്ളേരായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി അറിയാത്തവർക്ക് കുറച്ചുകൂടെ നോളേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിലാണ്. സോ എനിവേസ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരെയും പോലെയും എനിക്കും ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ നമ്മുടെ പേരൻറ്റിങ് അതേപോലെ ടീച്ചേഴ്സും സ്കൂളിങ് അതിൻ്റെയൊക്കെ ഒരു ഇതാണ്. കാരണം അവർക്ക് എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ അമ്മയ്ക്ക് വരെ ഇങ്ങനെ തോന്നും അയ്യോ ഇത് പറയണോ, ഓപ്പണായിട്ട് എങ്ങനെയാണ് പറയുക, ഇത് ആൺപിള്ളേർ അറിയുമോ അല്ലെങ്കിൽ വേറെ ആരും, അങ്ങനെ ഒരു പേടിയുണ്ട്. ആക്ച്വലി ഇപ്പം നമ്മുടെ ജനറേഷൻ പിന്നെ ഓക്കെ നമുക്കറിയാം ഇതൊക്കെ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ്. സോ ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് കാരണം നമുക്ക് പലതും നോളേജ് നമ്മൾ സ്വയം കണ്ടുപിടിച്ച് കിട്ടിയ നോളേജ്, അല്ലാതെ നമുക്ക് നമ്മുടെ ടീച്ചേഴ്സും പേരൻസും പറഞ്ഞിട്ട് കിട്ടിയ നോളേജ് അല്ലായിരുന്നു എനിക്ക്. മാറ്റമുള്ളവരുണ്ടാവും. സോ എൻ്റെ ചേച്ചിക്ക് പീരീഡ്സ് ആയിട്ടായിരുന്നു എനിക്ക് പീരീഡ്സ് ആയിരുന്നു. സോ ചേച്ചിക്ക് പീരീഡ്സ് ആകുന്ന സമയത്ത് ഞാൻ 4th അപ്പോൾ അവൾ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്കിനി കുറച്ചുകൂടെ വർഷം കഴിഞ്ഞാൽ ഒരു സംഭവം നടക്കും, അതിൻ്റെ പറയുന്നതാണ് പീരീഡ്സ്, എനിക്കിപ്പോൾ അത് നടന്നു, നിനക്ക് നടക്കും. അങ്ങനെ അവൾ ജസ്റ്റ് എനിക്കൊരു ഹിൻഡ് തന്നിട്ട് പോയി. അപ്പം ഞാൻ അങ്ങനെ എന്തോ നടക്കുമോ, സംതിങ് സ്പെഷ്യൽ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. എന്നിട്ട് അവൾ എന്നോട് നോക്കുമ്പോൾ അവൾക്ക് എല്ലാവരും ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നു, ഗോൾഡ് വാങ്ങിച്ചു കൊടുക്കുന്നു, കാണാൻ വരുന്നു. അപ്പം ഞാൻ എന്ന് വെച്ചാൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. കാരണം അവളെ ഹൈലൈറ്റ് ചെയ്തിട്ടൊരു സംഭവം, എല്ലാവരും അവളെ സ്പെഷ്യലായിട്ട് കാണുന്നു. അപ്പം ഞാൻ വിചാരിച്ചു മൈ ഗോഡ് എനിക്കും ഇത് വേഗം ആവണം, എന്നെ എല്ലാവരും സ്പെഷ്യലായിട്ട് കാണണം, എനിക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ തരണം, എന്നെ കെയർ ചെയ്യണം, എനിക്ക് കുറേ ഡ്രസ്സ് കിട്ടണം, അങ്ങനെയൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ആക്ച്വലി എനിക്ക് ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നത്തിങ് സ്പെഷ്യൽ, ഇത് നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ആ സമയത്ത് നമുക്ക് പെയിൻ ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് വീക്ക് ആവാം ബോഡി, അങ്ങനെയൊക്കെ നമ്മൾ ഹെൽത്തി ഫുഡ് കഴിച്ച് പോകണം. ഇത് വെരി നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാതെ നിനക്കങ്ങനെ ആവുമ്പോൾ നീ പുറത്തിറങ്ങാൻ പാടില്ല, നീ ഉള്ളിലിരിക്കണം, നീ അത് ചെയ്യാൻ പാടില്ല, നീ ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ ഒന്നും
ഒന്നുമല്ല, വെരി നോർമൽ പ്രോസസ്സാണ് ഇത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യവും മിക്കവർക്കും ഉണ്ടാവുന്ന ഒരു കാര്യമാണിത്. സോ എനിക്ക് അപ്പം അറിയില്ലായിരുന്നു, ബട്ട് ഇപ്പം എനിക്കറിയാം. അപ്പോൾ ആക്ച്വലി ആ സമയത്ത് ആ ഒരു കെയറിങ്ങും എന്നെ ഹൈലൈറ്റ് ചെയ്ത് കാണണം അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് പീരീഡ്സ് ആവാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം തൊട്ട്. എനിക്ക് പീരീഡ്സ് ആവണം, എനിക്ക് പീരീഡ്സ് ആവണം, എനിക്ക് എന്നിട്ട് എല്ലാവരും എന്നെ പരിഗണിക്കണം, എന്നെ കെയർ ചെയ്യണം, എനിക്ക് സ്പെഷ്യലായിട്ട് കൺസിഡർ ചെയ്യണം, പ്രയോറിറ്റി തരണം, അങ്ങനെയൊക്കെ കുറേ ചിന്തകളായിരുന്നു ആ ഏജിൽ. അങ്ങനെ ഞാൻ നോക്കുമ്പം എൻ്റെ ക്ലാസ്സിലെ ഗേൾസ് ഓരോരുത്തർ പീരീഡ്സ് ആയി എന്ന് പറയാൻ തുടങ്ങി. ബട്ട് എനിക്കിതാവുന്നില്ല. അപ്പം എനിക്കത് ഭയങ്കര സങ്കടമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. എന്താ എനിക്ക് ആവാത്ത, എല്ലാവർക്കും ആവുന്നു, എനിക്ക് വേഗാവും അങ്ങനെയായിരുന്നു എനിക്ക് മൈൻഡിലുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ 8th പഠിക്കണ സമയത്ത് ഞങ്ങൾക്ക് November 2 ടൂറ് ഫിക്സ് ചെയ്തു. അപ്പോൾ ടൂറ് ഫിക്സ് ചെയ്യുമ്പോൾ ഓൾറെഡി നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ബട്ട് ഞങ്ങളുടെ ടൂറ് വണ്ടർലയിലായിരുന്നു. ആൻഡ് ഞാൻ വെച്ച എക്സൈറ്റ്മെൻറ്റിൻ്റെ പീക്കിലായിരുന്നു. കാരണം നമ്മൾ സിൽവർ സ്റ്റോൺ, ബ്ലാക്ക് തണ്ടറൊക്കെ പോയിട്ടുണ്ടെങ്കിലും എൻ്റെ മൈൻഡിൽ ഒരു ഡ്രീം അമ്യൂസ്മെൻറ്റ് പാർക്കായിട്ടുണ്ടായിരുന്നത് വണ്ടർലയാണ്. സോ എനിക്ക് വണ്ടർലയിൽ പോയി കളിക്കണമെന്ന് ഞാൻ കുറേ കാലമായിട്ട് ആലോചിക്കുക. പക്ഷേ എന്നെ വീട്ടിൽ നിന്ന് ആരും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് പോകണം ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലിരിക്കുമായിരുന്നു. അങ്ങനെ ഫുൾ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ നമ്മൾ വണ്ടർലയിൽ പോയി അടിച്ച് പൊളിക്കുന്നൊക്കെ പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് യൂട്യൂബിൽ വണ്ടർലയിലുള്ള റൈഡ്സും കാര്യങ്ങളൊക്കെ നോക്കുക, ലാൻഡ് റൈഡ്സും വാട്ടർ റൈഡ്സും ഒക്കെ നോക്കുക. എന്നിട്ട് ഞാനിങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കും, ഇതിനകത്ത് ഞാൻ എന്തായാലും കയറിയിരിക്കും, ഇതിൽ കയറണം, അതിൽ കയറണം, ഫസ്റ്റ് ഇതിൽ കയറി അങ്ങനെ ഓർഡർ വരെ ഫിക്സ് ചെയ്യാൻ തുടങ്ങി. കാരണം ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിരുന്നു വണ്ടർലയിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു November 30 November അല്ല, October 30 അല്ലെങ്കിൽ 31 ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞു, ടൂറിന് പോകുന്ന ഗേൾസ് മാത്രം കമോൺ അങ്ങനെ പറഞ്ഞു. പിന്നെ അതുമാത്രമല്ല, ഞങ്ങളുടെ സ്കൂൾ മിക്സഡ് സ്കൂൾ ആണെങ്കിലും ഞങ്ങൾ 8th പഠിക്കുമ്പം ഗേൾസ് മാത്രം ഒരു ക്ലാസ്, ബോയ്സ് വേറെ ക്ലാസ് ആക്കി. ആ കൊല്ലമുള്ള എല്ലാ ക്ലാസ്സിലും അങ്ങനെയായിരുന്നു. ഐ തിങ്ക് ഒരു 6th തൊട്ട് അങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് എന്തിനാ ആക്കിയെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ജീവിക്കുന്ന വേൾഡ് ഫീമെയിൽസിന് മാത്രമുള്ള വേൾഡ് അല്ല, മെയിൽസ് ഉണ്ട്. ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ എല്ലാ ആൾക്കാരും ജീവിക്കുന്ന ഒരു വേൾഡിലാണ്. സോ സ്കൂളിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് അവർ എന്ത് നേട്ടമാണ് അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് പഠിപ്പിക്കാനാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എൻ്റെ സ്കൂൾ നല്ലതാണ്, ടീച്ചേഴ്സ് നല്ലതാണ്, മാനേജ്മെൻറ്റ് നല്ല, എല്ലാം നല്ലതാണ്. ബട്ട് ഈ ഒരു ഡിസിഷൻ വെരി റോങ് ആണെന്ന് ഞാൻ പറയില്ല. എനിക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ വെച്ചതെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അട്രാക്ഷൻ തോന്നണ്ടെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു ഹ്യൂമൻ്റെ ലൈഫ് പ്രോസസ്സിൽ അസെക്ഷുവൽ അല്ലാത്ത ആൾക്കാരൊഴിച്ച് ബാക്കി എല്ലാവർക്കും മെയിൽസ് അല്ലെങ്കിൽ ഫീമെയിൽ, സെയിം ജെൻഡർ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ജെൻഡറിനോട് അട്രാക്ഷൻ തോന്നും. ദാറ്റ്സ് എ വെരി നാച്ചുറൽ പ്രോസസ്സ്. അതിനെ ഇവർ തടയാൻ നോക്കിയിട്ട് എന്തുവാ നടക്കുന്നത് എനിക്കറിയില്ല. എല്ലാം ഏജിൻ്റെ പ്രോസസ്സിങ് അനുസരിച്ച് എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് പോയാലേ നമ്മൾ ഹെൽത്തി ആയിട്ട് ഗ്രോ ചെയ്യുള്ളൂ. അവിടെ പിടിച്ച ബോയ്സിനെയും ഗേൾസിനെയും സെപ്പറേറ്റ് ആക്കി ഇരുത്തി എന്താ നടക്കുന്നത് എനിക്കറിയില്ല. ഓക്കെ, അപ്പം ഗേൾസ് ഓൺലി ക്ലാസ്സിലുണ്ടായിരുന്നപ്പോഴായിരുന്നു ഞങ്ങൾക്ക് വണ്ടർലേക്കുള്ള ടൂർ. സോ ഗേൾസിന് മാത്രം ടൂറിനുള്ളവരെ വിളിച്ചു. ഞങ്ങൾ ഗേൾസ് പോയിരുന്നു. അപ്പോൾ ടീച്ചേഴ്സ് പറയുക, നിങ്ങളുടെ പീരീഡ്സിൻ്റെ ഡേറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഡേറ്റ് അടുക്കാൻ പോവുകയാണെങ്കിലും അടുക്കാൻ പോകുന്നില്ലെങ്കിലും കയ്യിൽ പാഡ് കരുതി വെക്കണം. കാരണം എങ്ങനെ വായിക്കണം നമുക്കൊരു റിസ്ക് എടുക്കാൻ പറ്റില്ല, പാഡ് അപ്പോൾ കയ്യിൽ വെക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പീരീഡ്സ് ആയിട്ടേ ഇല്ല ഇതുവരെ, ഫസ്റ്റ് പീരീഡ്സ് ഞാൻ ഇതുവരെ ആയിട്ടില്ല. സോ ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ടിനോട് പറയാം, ഞാനൊന്നും പാഡ് വെക്കേണ്ട കാര്യമില്ല, കാരണം ഞാൻ പീരീഡ്സ് ആയിട്ടേ ഇല്ല ഇതുവരെ. പിന്നെ ഇപ്പോൾ വല്ല മിറാക്കിൾ പോലെ കറക്റ്റ് നമ്മൾ ടൂർ പോകുന്ന സമയത്ത് ഞാൻ ആവാനും പോകുന്നില്ല. അതുകൊണ്ട് ഇത് എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല, ഞാൻ ഇത് മൈൻഡ് ചെയ്യുന്നേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. അതിന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുക. പിന്നെ ഞാൻ അങ്ങനെ ഓർത്തു, അന്ന് പീരീഡ്സ് ആവുന്നവരുടെയൊക്കെ അവസ്ഥ, അവർക്ക് നേരെ കളിക്കാൻ പോലും പറ്റില്ല. പക്ഷേ ഞാൻ എന്തോരം ലക്കിയാന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു അതിൻ്റെ പിറ്റേ ദിവസം എന്തോ ഫ്രൈഡേ ആയിരുന്നു. അപ്പോൾ ഫ്രൈഡേ ഞാനിങ്ങനെ, ഞങ്ങൾക്ക് വൈറ്റ് യൂണിഫോമാണ്, ഹൗസ് യൂണിഫോമാണ്. സോ വൈറ്റ് പാൻറ്റും ഷർട്ടും പിന്നെ ഒരു കളർ കോട്ടുമാണ് നമ്മൾ ഇടുക. സോ ഞാനന്ന് സ്കൂളിൽ പോയി തിരിച്ച് വന്ന് സാധാരണ പോലെ യൂണിഫോം നിലത്തഴിച്ചിട്ടിട്ട് ഞാൻ എൻ്റെ പണി നോക്കി പോയി. അപ്പോൾ നോക്കുമ്പോൾ ചേച്ചി എൻ്റെ പാൻറ്റ് നോക്കിയിട്ട് എൻ്റെ അമ്മയെ വിളിക്കുന്നു. എന്നിട്ട് അമ്മയോട് പറയാ, അമ്മ അത് നോക്കുമ്പോൾ എൻ്റെ വൈറ്റ് പാൻറ്റ് ഒരു ചെറിയ സ്റ്റെയിന്. അപ്പം അന്ന് October 31 ആയിരുന്നു. അപ്പോൾ അമ്മ എന്നെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ നിനക്ക് പീരീഡ്സ് ആയോ? ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് പീരീഡ്സ് ആവാനോ, പിന്നെ എനിക്ക് മറ്റന്നാൾ ടൂറുള്ളേ, ഇപ്പം എങ്ങനെ പീരീഡ്സ് ആവാനോ, അതൊന്നും ആയിട്ടില്ല പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, സ്റ്റെയിൻ നോക്ക്, അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ കുറച്ച് സ്റ്റെയിൻ, അത് വേറെ വല്ലതും ആയിരിക്കും, ഇങ്ങനെ പറയണ്ടെന്നൊക്കെ പറഞ്ഞു. കാരണം അത്രയും ദിവസം ഞാൻ ആവണം എന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു. ബട്ട് ആ
പിക്നിക്കിൻ്റെ മുന്നേ ആണെങ്കിൽ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ പോകണം എന്ന് ആഗ്രഹിച്ച സ്ഥലമാണ്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ അതൊന്നും അല്ല, വെറുതെ എന്നെ ടെൻഷൻ ആക്കണം, അത് മൈൻഡിൽ നിന്ന് മാറ്റാം, അതൊന്നും അല്ല എന്നൊക്കെ പറയായിരുന്നു ഞാൻ അമ്മയടുത്ത്. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് കേരളപ്പിറവി November 1. അപ്പോൾ കളർ ഡ്രസ്സാണ്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ പാഡ് വെച്ചിട്ട് പോയാൽ മതിയെന്ന്. ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ പാഡ് വെക്കില്ല, കാരണം എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റണില്ല, ഒരു ഡൗട്ട് പോലും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. എനിക്ക് പീരീഡ്സ് അല്ല, എനിക്ക് ടൂർ പോകണം, അങ്ങനത്തെ ഒരു മൈൻഡാണ്. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, ശരി നീ ടൂറൊക്കെ പൊക്കോ, പക്ഷേ നമ്മൾ എങ്ങാനും ഒരു സേഫ്റ്റിക്ക് നീ ജസ്റ്റ് പാഡ് വെച്ചിട്ട് സ്കൂളിൽ പോകുന്നതാണ് കാണുന്നത്. ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, പീരീഡ്സ് ആയിന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല, പക്ഷേ ജസ്റ്റ് നീ പാഡ് വെച്ചിട്ട് പോകുന്നു പറഞ്ഞു. അങ്ങനെ പാഡ് വെച്ചിട്ട് പോയി. കേരളപ്പിറവി അതിൻ്റെ സെലിബ്രേഷൻ്റെ സമയത്ത് എനിക്ക് ചെറുതായൊരു വയറുവേദന. പക്ഷേ എനിക്ക് അപ്പോഴും അറിയില്ലായിരുന്നു പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ വയറുവേദന വരുമെന്ന്. കാരണം എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ ആരും ഇത് നേരെ പറഞ്ഞു തരുന്നൊന്നും ഇല്ലല്ലോ. സോ എനിക്ക് അറിയില്ലായിരുന്നു പീരീഡ്സ് ആയ വയറുവേദനയൊക്കെ വരുമെന്ന്. അപ്പം സുരു ഉണ്ടായിരുന്നു, അവളും ഞാനും ഒപ്പമായിരുന്നല്ലോ അപ്പോഴും. ഞാൻ അവളോട് പ്രോഗ്രാമിൻ്റെ ഇടയിൽ വെച്ചിട്ട് പറഞ്ഞു, എടി എനിക്കെന്തോ വയറ് വേദനിക്കുന്നു, നമുക്കൊന്ന് വാഷ്റൂമിൽ പോയി നോക്കാം, ഇനിയിപ്പോൾ എങ്ങാനും പീരീഡ്സ് ആണെങ്കിലോ അങ്ങനെ. അപ്പോൾ അവൾ ശരി ഇപ്പം നമുക്ക് വാഷ്റൂമിൽ പോകണ്ട, അവൾ എൻ്റെ കൂടെ വന്നു. അങ്ങനെ ഞാൻ വാഷ്റൂമിൽ പോയപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് ഞാൻ വെച്ച പാഡിനകത്ത് വല്ല ബ്ലഡ് ഉണ്ടോ എന്നാണ്. നോക്കുമ്പോൾ ലക്ലി അതിൻ്റെ ഉള്ളിൽ ബ്ലഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് സന്തോഷമായി. അപ്പം ഞാൻ ശരിയെന്ന് പറഞ്ഞ് ബാത്റൂമിൻ്റെ പുറത്തേക്ക് വരാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുന്നു, ഫ്ലോറിൽ ഫുൾ ബ്ലഡ്. പാഡിനകത്ത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ബ്ലഡ് ഇല്ലായിരുന്നു, ബട്ട് ഫ്ലോറിൽ ഫുൾ ബ്ലഡായിരുന്നു. അത് കണ്ട് ഞാൻ കരഞ്ഞു. കാരണം നാളെ എനിക്ക് ടൂറുള്ളതാ. ഇപ്പോൾ പീരീഡ്സ് ആയ എനിക്ക് ടൂറ് എൻജോയ് ചെയ്യാൻ പറ്റില്ല, എന്നെ വിടുമോന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ കരഞ്ഞു. അത് ഞാൻ പുറത്ത് വന്ന് അവളോട് പറഞ്ഞു, എടി ഞാൻ പീരീഡ്സ് ആയി, ചേച്ചിക്ക് അന്ന് ഉച്ചവരെ ക്ലാസ് ഉള്ളൂ, അപ്പോൾ എനിക്ക് വീട്ടിൽ പോകണം, ഞാൻ ചേച്ചിയോടൊപ്പം പോവുകയാണ്, എനിക്ക് നാളത്തെ കാര്യം എന്താണെന്നൊക്കെ അറിയണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു. ഞാൻ ചേച്ചിയോടൊപ്പം വീട്ടിൽ വന്നു. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ അപ്പുറത്ത് നിമിഷാൻ്റെ ചോദിച്ചു, ഇവൾക്ക് വൈകുന്നേരം വരെ ക്ലാസ്സിൽ, ഇവളെന്ത് ഉച്ചയ്ക്ക് വന്നതെന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു അവൾക്ക് പീരീഡ്സ് ആയിരുന്നു. അപ്പോഴത്തേനും നിമിഷാൻ്റെ എന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്നു, ഭയങ്കര സന്തോഷം. ശരിക്കും അതൊന്നും നെസസറി അല്ലായിരുന്നു, ബട്ട് അങ്ങനെയായിരുന്നു. നമ്മൾ അങ്ങനത്തെ ഒരു കൾച്ചറിൽ ഇവിടെ എല്ലാവരും വളരുന്നത്. സോ അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക് ടൂറ് പോയേ പറ്റൂ. അപ്പം അമ്മ പറഞ്ഞു, നിനക്ക് വയറുവേദനയൊക്കെ ഉള്ളതല്ലേ. എനിക്ക് വയറുവേദന ഉണ്ടെങ്കിലും എനിക്ക് ഒട്ടും വയ്യെങ്കിലും എനിക്ക് ടൂറ് പോയേ പറ്റൂ, കാരണം എൻ്റെ ഡ്രീം അമ്യൂസ്മെൻറ്റ് പാർക്കാണ് വണ്ടർല. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു, ശരി നീ പൊക്കോ, പക്ഷേ ടീച്ചറിനോട് വിളിച്ച് കാര്യം. അങ്ങനെ അമ്മ എൻ്റെ ക്ലാസ് ടീച്ചറിനെ വിളിച്ചിട്ട് പറഞ്ഞു, മാം ഇന്ന് അവളുടെ ഫസ്റ്റ് പീരീഡ്സ് അവൾ ആയി, സോ നാളേക്ക് എന്താന്ന്. അപ്പോൾ മിസ്സുമാർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, കയ്യിൽ പാഡ് വെച്ചാൽ മതി, എന്നിട്ട് അവൾ സ്കൂളിൽ ടൂറിന് വരട്ടെ, വാട്ടർ റൈഡ്സിൽ കയറാതിരുന്നാൽ മതി, വെള്ളത്തിൽ കളിക്കാതിരുന്നാൽ മതി, ലാൻഡ് റൈഡ്സിൽ മാത്രം കയറിക്കോട്ടെ എന്നൊക്കെ. അപ്പോഴത്തേക്കും ഞാൻ മൊത്തം പോയി. എന്നെ ഇവിടെ എല്ലാവരും വന്ന് എന്നോട് ചിരിച്ച് സംസാരിച്ച് വാവ് നീ പീരീഡ്സ് ആയി എന്നൊക്കെ പറയുമ്പോഴത്തേനും എനിക്കൊരു സന്തോഷമില്ല അതിനകത്ത്. കാരണം എനിക്ക് ആ ഒരു കെയറിങ് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ബട്ട് ഈ ടൂറിൻ്റെ സമയമായിട്ട് ടൂറ് മിസ്സാവുന്നുള്ള പേടിയിൽ എനിക്ക് ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല. പിന്നെ വാട്ടർ റൈഡ്സിൽ കയറാൻ പറ്റില്ല, എൻജോയ് ചെയ്യാൻ പറ്റില്ല. മൊത്തത്തിൽ ഞാൻ ഭയങ്കര സങ്കടമായി എനിക്ക്. അതിന് പിറ്റേന്ന് ഞാൻ സ്കൂളിൽ പോയി. ടൂറാണ്, രാവിലെ നേരത്തെ പോയി. അത് കഴിഞ്ഞ് വണ്ടിയിൽ പാട്ടൊക്കെ ആയിരുന്നു, പാട്ടും ഡാൻസൊക്കെ. അപ്പം ഞാനൊന്ന് പോവും, 2 സ്റ്റെപ്പ് ഇടുമ്പോഴത്തേനും എനിക്ക് എൻ്റെ ബോഡിയിൽ കുറേ അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ. കാരണം നമുക്ക് പീരീഡ്സ് ആകുമ്പോൾ കുറേ ചേഞ്ചസ് നമുക്ക് അനുഭവപ്പെടും. എല്ലാവർക്കും ആവുമെന്ന് എനിക്കല്ല, ബട്ട് എനിക്ക് കുറേ കുറേ സംഭവങ്ങൾ ഞാൻ പുതിയതായിട്ട് എക്സ്പീരിയൻസ് ചെയ്തു. ലൈക്ക് വയറുവേദന ആയാലും പെയിൻ ആയാലും വയറിനകത്ത് കുറേ ക്രാംസും അതേപോലെ ലൈക്ക് കുറേ ഉണ്ടായിരുന്നു നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ. സോ എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു ആ ഫാക്ടേഴ്സ് കാരണമൊക്കെ. എനിക്കാണെങ്കിൽ ഡാൻസ് കളിക്കണം, എൻജോയ് ചെയ്യണം, അങ്ങനത്തെ ഭയങ്കരമായിട്ട് ആഗ്രഹം, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ഞാൻ ബസ്സിലൊക്കെ ഇരുന്ന് കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു, ബാക്കിയുള്ളവരൊക്കെ ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ടൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തി ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ഞങ്ങൾ എല്ലാവരും റെഡിയായി, ഫുൾ വൈബായിരുന്നു. അങ്ങനെ ലാൻഡ് റൈഡ്സിലൊക്കെ കയറി. എനിക്ക് സ്റ്റിൽ കുറച്ച് ഇറിറ്റേഷനും അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ഞാനതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല, എനിക്കിത് എൻജോയ് ചെയ്തേ പറ്റൂ അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാത്തിലും പോയി ലാൻഡ് റൈഡ്സിലൊക്കെ കളിച്ചു. അത് കഴിഞ്ഞപ്പോഴായിരുന്നു വാട്ടർ റൈഡ്സ് പോകേണ്ട സമയമായി. അപ്പോൾ എന്നോട് ടീച്ചേഴ്സ് പറഞ്ഞു, ബാ മോളെ ഇവിടെ ഇരുന്നോ അങ്ങനെ. അപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സങ്കടമായി, കാരണം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പോയി. ഞങ്ങൾ അപ്പുറത്തെ സ്വിമ്മിംഗ് പൂൾ, ഇപ്പുറത്തെ ടേബിൾ. സോ ഈ ടേബിളിലാണ് ഞാൻ ഇരിക്കുന്നത്. അവരൊക്കെ കളിക്കുന്നതാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ അടുത്തില്ല, അവരും കളിക്കാൻ പോയി, ബാക്കിയുള്ള പിള്ളേരും കളിക്കുക, ടീച്ചേഴ്സ് അവരെല്ലാവരും കൂടെ ഒരു ഡിസ്കസ് ചെയ്യുക അവരുടെ കുറേ കാര്യങ്ങൾ. ഞാൻ ഒറ്റ
ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. അപ്പം ഞാനിങ്ങനെ സ്വിമ്മിംഗ് പൂൾ നോക്കിയിരിക്കുക, എൻ്റെ കണ്ണിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകുക, ഞാൻ കണ്ണൊക്കെ തുടയ്ക്കുക, വീണ്ടും കണ്ണിൽ കൂടെ വെള്ളം ഒഴുകുക, ഞാൻ കണ്ണ് തുടയ്ക്കുക. എനിക്ക് കരയണമെന്നില്ല, ഞാൻ ഐ എം സ്ട്രോങ് എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുക. ബട്ട് എന്നെക്കൊണ്ട് പറ്റുന്നില്ല, കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ചൊരു സ്ഥലമായിരുന്നു പോകണമെന്ന്. അങ്ങനെ അപ്പോഴായിരുന്നു എന്നോട് ഒരാൾ വന്നിട്ട് ടിക്ടോക്കിലുള്ള കുട്ടിയല്ലേ എന്ന് ചോദിച്ചു. അന്ന് എനിക്ക് ടിക്ടോക്കിലൊരു 9K ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എന്നെ ഒരാൾ റെക്കഗ്നൈസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ബട്ട് വീണ്ടും ഞാൻ ബാക്ക് ടു പഴയ പോലെയായി, എല്ലാവരും കളിക്കുന്നത് കണ്ട് എനിക്ക് സങ്കടമായി. അങ്ങനെ ലാസ്റ്റ് ആയപ്പോൾ എന്നോട് ടീച്ചേഴ്സ് പറഞ്ഞു ജസ്റ്റ് പോയി ഒന്ന് കാലൊക്കെ നനച്ചിട്ട് വന്നോന്ന്. ഞാൻ കുറച്ച് നേരം കാലൊക്കെ നനച്ചു, കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിൽ കുറച്ച് നേരം ഇങ്ങനെ നിന്നു, എന്നിട്ട് ഞാൻ തിരിച്ചു വന്നു. അങ്ങനെയായിരുന്നു എൻ്റെ ഫസ്റ്റ് പിരീഡ്സ് എക്സ്പീരിയൻസ്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ അത് ഓർക്കുമ്പോൾ ഒരു സാഡ് സ്റ്റോറി ഓഫ് മൈ ലൈഫാണത്. അപ്പോൾ ഞാൻ തിരിച്ച് അമ്മയോട് ടൂറിന് പോകുന്നതിൻ്റെ മുന്നേ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ വണ്ടറിലേക്ക് നിങ്ങളെല്ലാവരും കൊണ്ടുപോയിരിക്കണം, കാരണം ഞാൻ എൻജോയ് ചെയ്യാതെ വരുന്നത്. കാരണം പിരീഡ്സ് ആക്കിയത് വീട്ടുകാരല്ല, ബട്ട് ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു എന്നെ മര്യാദയ്ക്ക് ഇനി കൊണ്ടുപോക്കോണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അവർ ശരി കൊണ്ടുപോകും, പക്ഷെ നീ സൂക്ഷിക്കണം, നേരെ നല്ല കുട്ടിയായിട്ട് ഇത്തവണ ഒതുങ്ങിയിരുന്ന് കഴിഞ്ഞാൽ കൊണ്ടുപോകാം. ഒതുങ്ങിയിരിക്കുക മീൻസ് വെള്ളത്തിൽ ചാടാതെ, അങ്ങനെയൊക്കെ ആയിരുന്നു ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ തിരിച്ച് വന്നു അമ്മയോട് പറഞ്ഞു എനിക്ക് വണ്ടറിലേ പോകണം എന്ന്. അപ്പം ഞാൻ 8th തൊട്ട് പറയാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ ഒരു 4 ഇയേഴ്സായി എന്നെ ഇതുവരെ ആരും എന്നെ വണ്ടറിലേക്ക് കൊണ്ടുപോയിട്ടില്ല. ലാസ്റ്റ് ഞാൻ ഫൈനലി ഒരു ഡിസിഷൻ എടുത്തു, ഇനി ഞാൻ വണ്ടറിലേക്ക് പോകണമെങ്കിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും മാത്രമേ പോകുള്ളൂ, അല്ലാതെ ഞാൻ വീട്ടുകാരൊപ്പം പോകില്ല എന്ന്. കാരണം 4 കൊല്ലമായി ഞാൻ കെഞ്ചിക്കൊണ്ടിരിക്കുക. ഞാൻ എപ്പോഴും 4 കൊല്ലത്തിൽ ഇടയ്ക്കിടയ്ക്ക് പറയും, ലൈക്ക് മാസത്തിൽ ഒരിക്കൽ, മാസത്തിൽ 2-3 വട്ടമൊക്കെ പറയുന്നുണ്ടാവും ഈ 4 വർഷമായിട്ട് വണ്ടറിലേ പോവാം. പക്ഷെ എന്നെ കൊണ്ടുപോകുന്നില്ല, എന്നെ പറ്റിച്ചു ഇവരെല്ലാവരും. അപ്പം ഞാൻ ഓർത്ത് ഓക്കെ ഐ വിൽ ഡു ഇറ്റ് മൈ സെൽഫ്, ഞാൻ ഒറ്റയ്ക്ക് പോവാം, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ആരെന്നെ വിളിച്ച് ഞാൻ പോവും. അങ്ങനെ അപ്പം ഞാനിപ്പോൾ വീട്ടിൽ വണ്ടറിലേക്ക് പോകണമെന്ന് പറയാറില്ല, കാരണം ഞാൻ എൻ്റെ മൈൻഡിൽ ഓൾറെഡി ഫിക്സ് ചെയ്തു ഞാൻ എൻ്റെ ഫ്രണ്ട്സേ പോവുള്ളൂ എന്ന്. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് പിരീഡ്സ് എക്സ്പീരിയൻസ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു ടൈം വേണം വിചാരിച്ചത്, ഒട്ടും ഞാൻ വിചാരിക്കാത്ത സമയത്തായിരുന്നു വന്നത്. സോ ആക്ച്വലി അതൊരു ബാഡ് ഡ്രീം പോലെയാണ്, ബട്ട് അതൊരു ബാഡ് റിയാലിറ്റിയാണ്. അങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പോൾ ഇങ്ങനെ അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് പോകുന്നതല്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് പിരീഡ്സ് എക്സ്പീരിയൻസ്. ഭയങ്കര ഒരു സാഡ് സ്റ്റോറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് അടുത്ത ഞാൻ ഏത് വീഡിയോ ചാനൽസ് കമൻറ്റ് ബോക്സിൽ പറയുക, നമുക്ക് ചെയ്യാം. സോ എൻ്റെ ഈ പിരീഡ്സ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നൊക്കെ താഴെ പറയൂ കേട്ടോ കമൻറ്റ് ബോക്സിൽ. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വരാം. അതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തുക, അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ആൻഡ് താങ്ക് യു ഫോർ 600K സബ്സ്ക്രൈബേഴ്സ്. പിന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. സോ ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനം, എൻ്റെ സാഡ് സ്റ്റോറി കുറേ പേര് അറിഞ്ഞല്ലോ എന്ന്. സോ ബൈ ഗൈസ്, സ്റ്റേ സേഫ്.